നോമ്പുകാലത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നാം കടക്കുമ്പോൾ ഒരു വ്യക്തിപരമായ അവലോകനവും സ്വയബോധവും തിരിച്ചറിവും നാം നേടണം എന്ന് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ലൂക്കാ 19:1-10 വരെയുള്ള സക്കവൂസിൻ്റെ കഥയിൽ താൻ പൊക്കം കുറഞ്ഞവനായതിനാൽ ജനക്കൂട്ടത്തിൽ വെച്ച് ഈശോയെ കാണുവാൻ സാധിക്കുകയില്ല എന്ന് തിരിച്ചറിയുന്നു. താൻ ജനത്തെ ദ്രോഹിക്കുന്നവനാണ് എന്ന ഒരു അവബോധവും ഉണ്ടായിരുന്നിരിക്കാം. അത് തൻ്റെ സ്റ്റാറ്റസിനെ, നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നും അതിനാൽ അയാൾ മരത്തിൽ കയറി ഒളിക്കുകയാണ്. നമ്മുടെ ജോലി, സാമ്പത്തിക ഭദ്രത, നാം ആരാണെന്ന് ജനം തിരിച്ചറിഞ്ഞാലുള്ള സമൂഹത്തിലെ നമ്മുടെ വില ഒക്കെ നമ്മളെ അലോരസപ്പെടുത്തും. ഒരിക്കൽ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് പോലെ എല്ലാ ആഴ്ചയും പള്ളിയിൽ ഒന്നും വരാൻ സാധിക്കത്തില്ല. അത് ഞങ്ങളുടെ പൊസിഷനെ ബാധിക്കും. ഞങ്ങൾ കത്തോലിക്കരാണ് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലെ ജോലിയെയൊക്കെ ബാധിക്കും. ജോലി നൽകുന്നവനെ ഓർത്താൽ ജോലി പോകുമെന്ന ഭയം. അതൊരു തരം അഹങ്കാരമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത്, ദൈവത്തെ വെല്ലുവിളിക്കുന്ന മനുഷ്യൻ അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്നു. അവിടെ നിന്നാണ് അവൻ്റെ വീഴ്ച. അഗസ്തീനോസ് വീണ്ടും പറയുന്നു, അഹങ്കാരമാണ് മാലാഖമാരെ പോലും ജഗത്താന്മാരാക്കി മാറ്റിയത്. എന്നാൽ ഹൃദയലാളിത്തം മനുഷ്യരെ മാലാഖമാരാക്കുന്നു. സമ്പത്തിനോടുള്ള ആസക്തി ഒരുവനെ ദൈവത്തിൽ നിന്നും സഹോദരനിൽ നിന്നും അകറ്റുന്നു. അതുകൊണ്ടാണ് മത്തായി 6:21 കർത്താവ് പറയുക, നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും. എല്ലാവരും മനസ്സ് തിരിഞ്ഞ് തന്നിലേക്ക് വരണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത്. അത് മതപരിവർത്തനമല്ല, മാനസികമായ പരിവർത്തനമാണ്. ദൈവത്തിൻ്റെ അംശമായ ആത്മാവ് ദൈവത്തിലേക്ക് തിരിയുന്ന മനോഹരമായ പ്രതിഭാസമാണ്. യഥാർത്ഥമായ ഒരു പരിവർത്തനത്തിന് സമൂലമായൊരു മാനസാന്തരത്തിൻ്റെ ആവശ്യകതയുണ്ട്. അവനെ കാണാനുള്ള ആഗ്രഹമാണ് അതിൻ്റെ തുടക്കം. സക്കവൂസ് ആഗ്രഹിച്ചു. ഈശോ അവൻ്റെ ഹൃദയം കണ്ടു. ജനക്കൂട്ടത്തിൻ്റെ നടുവിലും മരച്ചില്ലകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന സക്കവൂസിനെ കർത്താവ് കണ്ടു. കാരണം വഴിതെറ്റിയവനെ, മുള്ളുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതിനെയും കണ്ടെത്തുന്നവനാണ് അവൻ. ഈശോ പറയുന്നു ലൂക്കാ 5:32, നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്, അവരെ പശ്ചാത്താപത്തിലേക്കും മനപരിവർത്തനത്തിലേക്കും വിളിക്കാൻ. പ്രവാചകൻ വഴി അവൻ പറഞ്ഞു, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. യെശയ്യാ 49:16, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കൈയിൽ കൊത്തിവെച്ചിരിക്കുന്നു, നിന്നെ ഞാൻ മറക്കില്ല. യെശയ്യാ 43:1, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. ജോൺ 10:27, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. ഈശോ പേര് ചൊല്ലി വിളിക്കുന്നു, സക്കവൂസേ ഇറങ്ങി വരിക. സക്കവൂസ് ഇറങ്ങി അവനെ അനുഗമിക്കുന്നു. സ്വഭവനത്തിൽ, ഹൃദയത്തിൽ അവനെ സ്വീകരിക്കുന്നു. അത് അഹങ്കാരത്തിൽ നിന്ന് എളിമയിലേക്കുള്ള ഇറക്കമാണ്, ജീവനിലേക്ക്, ആത്മീയതയിലേക്കുള്ള ഇറക്കമാണ്. വിശുദ്ധ യാക്കോബ് ശ്ലീഹ പറയുന്നു 2:17, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജ്ജീവമാണ്. സക്കവൂസിൻ്റെ യഥാർത്ഥ മാനസാന്തരം, വിശ്വാസം അവനെ പ്രവൃത്തിയിലേക്ക് നയിക്കുന്നു. അവൻ പറയുന്നു 19:8, എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. എന്തെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി ഞാൻ തിരിച്ചു കൊടുക്കുന്നു. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു, ഈ ലോകവസ്തുക്കളോടുള്ള സ്നേഹം നിങ്ങളെ അടിമകളാക്കുന്നു, എന്നാൽ ദൈവസ്നേഹം നിങ്ങളെ സ്വതന്ത്രരാക്കുന്നു. അതാണ് കർത്താവ് പറഞ്ഞത്, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. യോഹന്നാൻ 8:32. ഓരോ വ്യക്തിയെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അദൃശ്യമായ ദൈവകൃപ സ്വീകരിക്കാൻ ഈ മനോഭാവം വേണം. മാനസാന്തരം വേണം, ഹൃദയലാളിത്യം വേണം, കൃപയ്ക്ക് കീഴ്പ്പെടണം. ഈ കൃപ സ്വീകരിക്കുമ്പോഴാണ് നാം യഥാർത്ഥ വ്യക്തിത്വത്തിൻ്റെ ഉടമകളാകുന്നത്. ഈശോ പറയുന്നു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു, കാരണം ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. 19:9. സക്കവൂസിൻ്റെ ജീവിതം, മാനസാന്തരം എന്താണ് നമ്മെ പഠിപ്പിക്കുക? അത് ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുക, കൃപയിൽ നിറയാൻ അഭിലഷിക്കുക. 1 തിമോത്തി 6:6 പറയുന്നത് പോലെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയ നേട്ടമാണ്. കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയുമില്ല. അവസാനമായി മാർക്കോസ് 8:3, നിന്റെ ആത്മാവിന് പകരമായി നീ എന്തു കൊടുക്കും എന്ന ഈ
ചോദ്യം അനുദിനം നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുക.